പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ഗ്രീൻ ആർക്കിടെക്ട് റേയോ മാത്യു ഐപ്പ്. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരാളാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയവും വളരെ പ്രത്യേകതയുള്ളതാണ്. അത് ആർക്കിടെക്ചറാണ്. അത് വെറും ആർക്കിടെക്ചറല്ല, ഗ്രീൻ ആർക്കിടെക്ചറിനെ കുറിച്ചാണ്. 100 തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രീൻ ആർക്കിടെക്റ്റുകളിൽ ഒരാളാണ്. കേരളത്തിൽ നിന്നുള്ള 4 പേരിൽ ഒരാളാണ് ഇദ്ദേഹം. നമുക്ക് സംസാരിക്കാം ശ്രീ റേയു മാത്യു ഐപ്പിനോട്. സ്വാഗതം. നമസ്കാരം. നമുക്ക് എന്താണ് ഗ്രീൻ ആർക്കിടെക്ചർ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇത് പല പല കോൺസെപ്റ്റ്സ്, പല പല കാര്യങ്ങളുണ്ട്. അതിൽ ഗ്രീൻ ആർക്കിടെക്ചർ മെയിൻലി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് ഗുണകരമായ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻസിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ കാലം നമ്മുടെ റിസോഴ്സസ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ് ബേസിക്കലി ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് പല പല മേഖലകളിൽ അത് വരും. നമ്മുടെ നോർമൽ വീടുകളിലും അല്ലെ വലിയ ഓഫീസുകൾ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. എൻവയോൺമെൻറ്റിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സങ്കല്പത്തിലേക്ക് എത്തേണ്ടത്? അതായത് ഇപ്പോൾ ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ തുടങ്ങുകയാണ്. ഒരുപാട് സങ്കല്പം ഉണ്ടാവും. ഒരുപക്ഷെ ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിലും അത് വെക്കുന്ന ആൾക്കും അയാളുടേതായ ഐഡിയ ഉണ്ടാവും. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഗ്രീൻ ആക്കുന്നത്? നമ്മളിപ്പോൾ വീടെന്ന് എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ 2 സൈഡിൽ ജനൽ വെക്കുക. അപ്പം വായു സഞ്ചാരം കൂടുക എന്നുള്ള കോൺസെപ്റ്റ്, അത് തന്നെ ഒരു ഗ്രീൻ കോൺസെപ്റ്റാണ്. അത് എങ്ങനെ ഗ്രീൻ കോൺസെപ്റ്റ് ആവുമെന്ന് വെച്ചാൽ, വായു സഞ്ചാരം കൂടുമ്പോൾ നാച്ചുറലി നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ഭയങ്കരമായിട്ട് കുറയും. ഫാൻ, അതെ, അത് അത്രയും ഉപയോഗിക്കേണ്ടി വരത്തില്ല. ഡേ ടൈമിൽ നമുക്ക് ലൈറ്റ്സ് ഉപയോഗിക്കേണ്ടി വരത്തില്ല. അത് എല്ലാം ഒരു എൻവയോൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പാർട്ടാണ്. അപ്പം അതെല്ലാം ഒരു ചെറിയൊരു വീട് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ അത് നമുക്ക് ജസ്റ്റ് ഒരു 2 ജനലിൻ്റെ സഹായത്തോടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. അത് പിന്നെ വലിയ വലിയ ഓഫീസുകളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹയർ സ്കെയിലിലേക്ക് മാറുന്നതേ ഉള്ളൂ. അത് ഇപ്പം വിൻഡോസിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പല ടൈപ്പ് ഗ്രേഡുള്ള പാനൽസ് നമ്മൾ ഉപയോഗിച്ച് വിൻഡോ പാനൽസിൻ്റെ ഒരു ഇത് വെച്ച് സോളാർ ഡയറക്ഷനിൽ മാറ്റി മാറ്റി ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ആയിരിക്കും വലിയ വലിയ ഓഫീസിലേക്ക് വരുന്നത്. ഓക്കെ, ഈ സോളാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സോളാർ എന്ന് പറയുന്ന കാര്യത്തിനെയും കൂടി ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്തിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഗവൺമെൻറ് ആയിട്ട് തന്നെയാണെങ്കിലും എല്ലായിടത്തും വീടുകളിൽ സോളാർ പാനൽസ് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിന് സബ്സിഡിയും കാര്യങ്ങളും. അപ്പം സോളാർ പവർ വെച്ച് വളരെയധികം നമുക്ക് എന്താ പറയുക, നമ്മുടെ റിസോഴ്സസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വീടുകളിലാണെങ്കിലും എല്ലാത്തിലും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പല രാജ്യങ്ങളിലും കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ നമ്മുടെ പാർക്കുകളിലെ നടപ്പാതകളിൽ കവേർഡായിട്ട് കൊടുക്കുക. അപ്പോൾ ആ കവറിങ്ങിൻ്റെ മുകളിൽ കൂടുതൽ പ്രാവശ്യം ഇപ്പോൾ സോളാർ പാനൽസ് കൊടുക്കുന്നത്. എന്നിട്ട് ആ സോളാർ പാനൽ വെച്ചായിരിക്കും ആ എൻറ്റയർ പാർക്ക് നമ്മളത് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും, അല്ലെ അവിടുത്തെ ചെറിയ ചെറിയ ഫൗണ്ടനുകൾക്കുള്ള സപ്പോർട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ വലിയ വലിയ പാർക്കിംഗ് സ്പേസുകളിൽ നമ്മളിപ്പോൾ എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ നെടുമ്പാശ്ശേരിയിലൊക്കെ കണ്ടുവരുന്നതാണ്. നമ്മുടെ പാർക്കിംഗ് സ്ഥലത്തിൻ്റെ മുകളിലെല്ലാം സോളാർ പാനൽസ് വെക്കുകയാണ്. അത് നമ്മൾ ആ സ്ഥലത്തെ യൂട്ടിലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ എനർജി കൺസർവേഷൻ്റെ ഒരു പോയിന്റ് കൂടെ വരുമ്പോൾ അത് സോളാർ പവർ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം സോളാർ പവർ ഇൻ്റഗ്രേഷൻ നമ്മുടെ എല്ലാ ഡിസൈനിലേക്കും വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ആക്സസിബിളായ ഒരു പോയിൻ്റാണ്. ഇപ്പം ഇനിഷ്യൽ ഗ്രീൻ ആർക്കിടെക്ചറിൽ ഒരു സോളാർ പവർ ആയിരിക്കും ഫസ്റ്റ് എല്ലാ സ്റ്റെപ്പായിട്ട് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് അതിന്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഗുണമുണ്ടാകും സോളാർ പവറിൻ്റെ. നമുക്ക് ഇതൊരു പാട്ട് പരിപാടിയാണ്. അപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഏത് പാട്ട് പറയും? എനിക്ക് നരിവേട്ട എന്ന മൂവിയിലെ മിന്നൽ വള എന്നുള്ള പാട്ട്, കയ്യിലിട്ട പെണ്ണഴുകി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. ജെക്സ് ബിജോയ് സംഗീതം നൽകി സ്വിത് ശ്രീറാമും സിത്താരയും ആണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ട 100 ഗ്രീൻ ആർക്കിടെക്റ്റുകളിൽ കേരളത്തിൽ നിന്നുള്ള 4 ആർക്കിടെക്റ്റുകളിൽ ഒരാളാണ്. അത്തരമൊരു അച്ചീവ്മെൻ്റ് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? സന്തോഷമുണ്ട്. അത് നമ്മൾ ചെറിയൊരു മേഖലയാണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ കേരളത്തിലെ 4 പേരിൽ ഒരാളാവാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അതിലുള്ള നമ്മുടെ എഫേർട്സ് കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. കൂടെയുള്ള പേരുകൾ ചെറുതല്ല. ജി ശങ്കർ, ജുജിൻ പണ്ടാല, ആ കൂട്ടത്തിലാണ് റേയു ഐപ്പ് മാത്യു എന്നുള്ള പേര് വരുന്നത്.
ഈ എന്താണ് വെറ്ററൻസിൻ്റെ കൂടെ ആ പേര് വരുന്നതിലുള്ളൊരു സന്തോഷം എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കേട്ടിട്ടുള്ള വലിയ വലിയ പേരുകളുടെ കൂടെ ആ പേര് വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ ഫുഡ് സ്റ്റെപ്സിൽ നമ്മളും അതേ രീതിയിൽ കൊണ്ടുപോവുക, എൻവയോൺമെൻറ്റിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ അതിലുള്ളൊരു സന്തോഷം അധികമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആർക്കിടെക്ചർ കഴിഞ്ഞതിന് ശേഷം വളരെ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഗ്രീൻ ആർക്കിടെക്ചർ എന്നൊരു സങ്കല്പത്തിലേക്ക് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ആ കോൺസെപ്റ്റിലേക്കുള്ളൊരു ഇമ്പോർട്ടൻസ് കൂടിയാണ്. നമ്മൾ താമസിക്കുന്നിടത്തേക്ക് ലൈക്ക് നമ്മുടെ നേച്ചറിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാതെ നമ്മളിത് എത്ര ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിട്ടും നമുക്ക് അതിൽ നിന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നില്ല, നമ്മൾ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ. ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ പല പല കോൺസെപ്റ്റ്സ് ഉണ്ടാവും നമുക്ക് മുമ്പിലായിട്ട്. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ഫീൽഡിൽ നിന്ന് നമുക്ക് നേച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ടാണ് ഈ ഗ്രീൻ ആർക്കിടെക്ചർ. ഗ്രീൻ ആർക്കിടെക്ചർ എന്നല്ല, സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ബേസിക്കലി നമ്മുടെ ഹോൾ ഐഡിയ. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള പഠനത്തിൻ്റെ ഇടയിലാണ് അത് കൂടുതൽ ഇൻട്രസ്റ്റായി അങ്ങനെ നമ്മൾ മാറാനുള്ളൊരു കാരണമായത്. പൊതുവെ എല്ലാവരും ഈ ഗ്രീൻ ആർക്കിടെക്ചറും സസ്റ്റൈനബിൾ ആർക്കിടെക്ചറും ഒന്നാണ് എന്ന് വിചാരിക്കാറുണ്ട്. അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതുകൊണ്ട് ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേച്ചറിനെ മാത്രമേ നമ്മൾ പ്രകൃതിയെ മാത്രമേ നമ്മൾ സംരക്ഷിച്ചതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 3 മേഖലകളുണ്ട്. ഒന്ന് നമ്മൾ പീപ്പിൾ എന്നുള്ള കാറ്റഗറി ഉണ്ട്, പിന്നെ അതിൻ്റെ പ്ലാനറ്റ്, സെയിം ഗ്രീനിൻ്റെ പ്ലാനറ്റ് എന്നുള്ള കോൺസെപ്റ്റും, പിന്നെ പ്രോഫിറ്റ് എന്നുള്ള. അപ്പോൾ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സൈക്കിളാണ് നമ്മൾ നോക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ. നമ്മളൊരു ബിൽഡിങ്ങിനെ കൺസീവ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു ഐഡിയ കൺസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രോപ്പർട്ടി നോക്കുന്ന സമയം തൊട്ട് അത് കൺസ്ട്രക്ട് ചെയ്ത് ആ ബിൽഡിങ്ങിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഉൾപ്പെടെയാണ് നമ്മൾ അതിനെ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമ്മളത് നോക്കുന്നത്. അപ്പോൾ ഗ്രീൻ ആർക്കിടെക്ചർ നമ്മൾ എൻവയോൺമെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് എൻവയോൺമെൻറ്റിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണെങ്കിൽ, സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ ഈ 3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ പീപ്പിൾ, നമ്മുടെ ഒരു മെൻ്റൽ വെൽബീയിങ്, നമ്മുടെ കോസ്റ്റ് കൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഗുണഗണങ്ങൾ, ഈ നാച്ചുറൽ എയർ അല്ലെ നാച്ചുറൽ വെന്റിലേഷൻ കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ്, അങ്ങനെ എല്ലാ കാറ്റഗറിയും, പിന്നെ നമ്മുടെ പ്ലാനറ്റിൻ്റെ എന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മൾ ആ ഒരു പ്ലോട്ടിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയെല്ലാം ഈ സസ്റ്റൈനബിൾ ആർക്കിടെക്ചറിൽ കൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? ഏത് പാട്ട് പറയും? ഒരു പഴയ പാട്ട് പറയാം, വെണ്ണില ചന്ദനക്കിണ്ണം. പഴയ ചില ഓർമ്മകളുമായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? വീണ്ടും കൈതപ്രത്തിൻ്റെ വരികളാണ് വിദ്യാസാഗറിൻ്റെ സംഗീതം, യേശുദാസും ശബ്നവും പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ഈ ഗ്രീൻ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ആർക്കിടെക്ചർ ട്രഡീഷനുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന്. അത് എത്രമാത്രം ഈ ഗ്രീൻ ആർക്കിടെക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഗ്രീൻ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേച്ചർ എന്ന് എപ്പോഴും പറയുമ്പോൾ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാന്നുള്ളായിരുന്നു പണ്ട് കാലത്തെ നമ്മുടെ വീടുകളുടെ ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് എല്ലാ ഫൗണ്ടേഷനിലും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. നമുക്കിവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആയിരുന്നു കേരളത്തിൽ. പിന്നെ സ്ലോപ്പിംഗ് റൂഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മഴവെള്ളം വരുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്ലോയെ തടയാതെ അത് നടുമുറ്റങ്ങളിലേക്കോ അല്ലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒന്നുമില്ല, പക്ഷെ നടുമുറ്റങ്ങളിലേക്ക് കളക്ട് ചെയ്യുക, അത് പിന്നീട് യൂസ് ചെയ്യുക, അല്ലെ കുളങ്ങളിലേക്ക് വരിക, അതിനെ നമ്മുടെ കുളത്തിലുള്ള പ്ലാന്റ്സ് ആണെങ്കിലും ഫിഷസ് ആണെങ്കിലും അങ്ങനെ എല്ലാത്തിനും ഒരു സപ്പോർട്ടുള്ള രീതിയിലായിരുന്നു പണ്ട് കാലത്തെ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പം ഒരു ഉദാഹരണവും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ലോപ്പിംഗ് റൂഫ് വന്നിട്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് കവർ ചെയ്യും ഈ പ്രൊജക്ഷൻ കൊണ്ട്. ഭിത്തിയിലോട്ടുള്ള സൂര്യൻ്റെ എഫക്റ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കുമായിരുന്നു, ഷെയ്ഡായിട്ട് വർക്ക് ചെയ്യും. അപ്പം അകത്തോട്ട് ചൂട് വരുന്നവരെ കുറയും. അപ്പം നാച്ചുറലി നമ്മുടെ ഈ ഫാനിൻ്റെയോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു പണ്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ വുഡിൻ്റെ അധികമായൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വുഡൻ പില്ലേഴ്സ്, വുഡൻ തൂണുകൾ, അല്ലെ സ്ലോപ്പിംഗ് റൂഫിൻ്റെ അടിയിൽ വരുന്ന ഈ ഓട് മേയുന്ന വുഡൻ റാഫ്റ്റേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ റാഫ്റ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വുഡിൽ നിന്ന് എല്ലാം നാച്ചുറലി സോഴ്സ്ഡ് ആയിട്ടുള്ള, നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ്. പിന്നെ അധികമായിട്ട് മരങ്ങളോ അല്ലെ ചെടികളോ മുറിക്കാതെ, അല്ലെ ഈ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്ട്രാ എഫേർട്സ് ഇടാതെ ഉള്ള സ്ഥലത്തെ ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ലോൺ പേവ് ചെയ്യും. ഈ ലോൺ പേവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ടർ ഗ്രൗണ്ട് വാട്ടറിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോകത്തില്ല, നമ്മൾ അബ്സോർബ് ചെയ്യത്തില്ല. പഴയ കാലത്ത് അങ്ങനല്ല. നമ്മളിപ്പോൾ ആ സ്ഥലത്തിലുള്ള ഇപ്പോൾ തൊട്ടാവാടിയോ അങ്ങനെ എന്ത് ചെടിയാണോ അതായിരിക്കും അവിടെ ഉണ്ടാവുക. നമ്മളതിനെ മാറ്റി വേറെ ആയിട്ട് ചെയ്യുന്നില്ല. അപ്പം നാച്ചുറലി ആ ലാൻഡിലുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ആ വാട്ടർ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെ റിപ്ലൻസ് ചെയ്യും. അപ്പോൾ ആ അബ്സോർപ്ഷൻ കൂടും. ഈ സോയിൽ ഇറോഷൻ്റെ കാര്യങ്ങൾ വരത്തില്ല. ഇപ്പോഴത്തെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ റീപ്ലാന്റ് ചെയ്യുക, റീപോർട്ട് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. സോയിൽ ലൂസ് ആവണം ബേസിക്കലി ചെയ്യുന്നത്.
അപ്പോൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അപ്പം അതിന് നമ്മൾ കേരളത്തിൽ വളരെ മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ഈ പറഞ്ഞ പോലത്തെ കളേഴ്സ്, ഇപ്പം ഡാർക്കർ കളേഴ്സോ ഒത്തിരി ഗ്ലാസിൻ്റെ ഉപയോഗങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ വാൾസ് തിക്കർ വാൾസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഈ വിൻ്ററിലാണേലും അത് വിൻ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ഇല്ല, എന്നാലും ആ ഒരു തണുപ്പിനെ നമ്മൾ അകത്തോട്ട് അധികം കയറ്റാതെ എന്നാൽ ചൂട് കാലത്ത് അധികം ചൂട് അകത്തോട്ട് വരെ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ പോകുന്ന ഒരു കോൺസെപ്റ്റ് അതായിരുന്നു പണ്ട് കാലത്തെ ആർക്കിടെക്ചർ എപ്പോഴും ഫോളോ ചെയ്തിരുന്നത്. അതായിരുന്നു നമ്മുടെ ഒരു ട്രഡീഷണൽ കേരള ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അത് എത്രമാത്രം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ഒരു മോഡേണൈസ് വേർഷനാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വീട് ചെയ്തപ്പോൾ പ്ലോട്ടിൽ ഒത്തിരി കല്ലുണ്ടല്ലേ, ഈ നമ്മുടെ പാറക്കല്ലുകളുണ്ടെന്ന് നമ്മൾ മാക്സിമം ആ പാറക്കല്ലുകൾ ഉപയോഗിച്ചാണ് അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടാൻ ശ്രമിച്ചിരുന്നത്. അതിന് 2 അഡ്വാൻറ്റേജ്. ഒന്ന്, ആ സ്ഥലത്തെ സ്റ്റോൺ തന്നെയാണെന്നുള്ളൊരു ഇതും. 2, ഈ കല്ല് നമ്മൾ എവിടുന്നേലും കൊണ്ടുവരുന്നായിരുന്നെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവുന്നതും എനർജി പോയിന്റ് ഓഫ് വ്യൂവിൽ അതും ഒരു നഷ്ടമാണ്. നമ്മൾ അതിൻ്റെ വെഹിക്കിൾ അല്ലെ അതിൻ്റെ ചാർജസ് എല്ലാം വരുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൊരു സേവിങ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അത് വളരെ ചെറിയ രീതിയിലുള്ളൊരു ഇൻകോർപ്പറേഷൻ പറയാം. പിന്നെ കൂടുതൽ വായുസഞ്ചാരമുള്ള ഓപ്പണിങ്സ് കൂടുതൽ കൊടുക്കുക. അപ്പം വിൻഡോസ് ആണെങ്കിൽ പോലും നമ്മളൊരു ഇപ്പോൾ സേഫ്റ്റിയുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് എപ്പോഴും. പണ്ട് കാലത്ത് അത്രയും ഒരു ഇതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വിൻഡോസ് കൊടുക്കുമ്പം വിൻഡോ പ്ലേസ്മെൻറ്റ് ഇപ്പം നമ്മൾ ഇപ്പം സൗത്ത് സൈഡിൽ ഒത്തിരി ജനലുകൾ കൊടുക്കാറ്. കാരണം ഹീറ്റ് കുറേ കൂടെ കൂടുതൽ സൗത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സൗത്ത് സൈഡ് കുറച്ചുകൂടെ നമ്മൾ ക്ലോസ്ഡ് ആക്കി ബാക്കി സൈഡുകൾ കൂടുതൽ വായുസഞ്ചാരം ഉള്ള പോലെ കൊടുക്കുക. അതൊക്കെ പഴയ കാലത്തെ എപ്പോഴും ഉള്ള വാസ്തു കോൺസെപ്റ്റ്സിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ എല്ലാവരും വാസ്തു ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും മുൻഗണനയിൽ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എയർ ഫ്ലോ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഉള്ള ഗുണഗണങ്ങൾ അതെല്ലാം പണ്ടത്തെ ആർക്കിടെക്ചറിൻ്റെ ഒരു ചെറിയ ഇൻസ്പിറേഷനാണ് എപ്പോഴും. പിന്നെ വേറൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഹോട്ട് എയർ മുകളിൽ പോയി വെളിയിലോട്ട് പോകും, അപ്പം താഴെ കൂടെ കൂൾ എയർ വരിക എന്നുള്ള കോൺസെപ്റ്റ്. നമ്മളെപ്പോഴും ഒരു ഡബിൾ ഹൈറ്റ് ഇപ്പോഴത്തെ കാലത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും മുകളിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കണമെന്ന് പറയും. ഇപ്പം നമ്മുടെ ഹയസ്റ്റ് പോയിന്റിൽ ഒരു ഓപ്പണിംഗ്, അപ്പോൾ താഴെ നിന്നുള്ള എയർ മുകളിലേക്ക് പോയി ഹോട്ട് എയർ പുറത്തോട്ട് പോവുക, തിരിച്ച് കൂൾ എയർ അകത്തായിട്ട് വരിക എന്നുള്ള കോൺസെപ്റ്റാണ്. അതെല്ലാം പണ്ടത്തെ കാലത്തെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നുണ്ടാവുന്ന പുതിയ പുതിയ കോൺസെപ്റ്റ്സ് ആണ്. അതിനെ മോഡേണൈസ് ചെയ്ത് എടുക്കുന്ന കോൺസെപ്റ്റ്സ്, പുതിയ ഡിസൈനുകൾ. നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? ഏത് പാട്ട് പറയും? നമുക്ക് ആനന്ദ മൂവിയിലെ കുലേ റെസ്തോംബെ എന്ന് പറഞ്ഞൊരു ഹിന്ദി പാട്ടാണ്. നല്ലൊരു പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ഹൈദരാബാദിലൊരു വലിയ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ട്വിൻ ടവർ ആയിരുന്നു അത്. ആ ഒരു വർക്കിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പം നമ്മൾ വീടുകളുടെ കാര്യം പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ബിൽഡിങ്സിലേക്ക് വരുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ജസ്റ്റ് ഗ്ലാസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. അത് എപ്പോഴും നേച്ചറിന് ഒരു ദോഷമാണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഈ പെർട്ടിക്കുലർ ബിൽഡിങ് ഓൾമോസ്റ്റ് ഒരു 39 lakh സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആയിരുന്നു അതിൻ്റെ ഏരിയ വരുന്നത്. അപ്പം നമ്മൾ അതിൽ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് ഗ്രീൻ ആർക്കിടെക്ചറിനേക്കാൾ സസ്റ്റൈനബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ ഈസ്റ്റ് വെസ്റ്റ് ഓറിയൻറ്റേഷനിൽ വെച്ചു. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു എയർ ഫ്ലോയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഓഫീസ് ബിൽഡിംഗ് ആകുമ്പോൾ ഗ്ലാസ് ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പം ഗ്ലാസ് ഉപയോഗിച്ചെങ്കിലും നമ്മൾ അതിൻ്റെ ഈ ഗ്ലാസ്സിനും എനർജി കൺസർവേഷൻ റേറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സിന് പലതരം റേറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ അതിലെ ഹൈ എൻഡ് റേറ്റിംഗ് എന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റി റേറ്റിംഗ്സ് ഹൈ ഉള്ള അതിന് എനർജി സ്റ്റാർ അങ്ങനെയുള്ള പോയിന്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഉള്ള ഗ്ലാസസ് ഉപയോഗിച്ചു. അപ്പോൾ ആ ഗ്ലാസ് നമ്മുടെ നോർമൽ ഗ്ലാസ് അല്ല, DGU എന്ന് പറയും, ഡബിൾ ഗ്ലേസ്ഡ് യൂണിറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു 3 പാനലായിരിക്കും, 2 പാനൽ ഫ്രണ്ടിലും ബാക്കിലും, നടുക്കൊരു എയർ ഗ്യാപ്പും ആയിരിക്കും. അപ്പം അത് നമ്മുടെ ഹീറ്റ് ഇൻടേക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കും. അത് ഒരു ഫാക്ടറാണ് നമ്മൾ ഈ ബിൽഡിങ് ചെയ്തത്. അത് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എയർ കണ്ടീഷനിങ്ങിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ആ ഒരു ഗ്ലാസിൻ്റെ ഒരു യൂസ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന അതിന് ഒരു പ്രത്യേക തരത്തിൽ നമ്മളൊരു ഫസാഡ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സ്ക്രീൻ, നമ്മുടെ ബിൽഡിങ്ങിന് ഫ്രണ്ടിൽ വരുന്ന ഒരു സ്ക്രീനെ നമ്മൾ ഫസാഡ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഏറ്റവും ഹീറ്റ് വരുന്ന എന്ന് വെച്ചാൽ സൂര്യൻ ഏറ്റവും കൂടുതൽ വരുന്ന സൈഡിൽ നമ്മൾ ഒരു ആംഗിൾ ലൈന് പലതരം ഫസാഡ് നമ്മൾ കൊടുത്തു. അപ്പം അതിലൊരു പെർഫറേറ്റഡ് അലൂമിനിയം പാനൽ ഉള്ളൊരു ഫസാഡ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ സൺലൈറ്റിൻ്റെ ആംഗിളിൽ ആ ആംഗിൾ നോക്കി നമ്മൾ ആ സ്ക്രീൻ വെച്ചിരിക്കുന്നത് വെച്ചാൽ മാക്സിമം സൺലൈറ്റ് വരുന്ന ടൈമിൽ ആ ഗ്ലെയർ കട്ട് ചെയ്യുക. ആ ഗ്ലെയർ കട്ട് ചെയ്ത് ആ ഹീറ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള കോൺസെപ്റ്റിലാണ് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അത് പിന്നെ വരുന്നത് നമ്മൾ നാച്ചുറൽ, അപ്പം ചോദ്യം വരും നാച്ചുറൽ ലൈറ്റ് എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്തിരിക്കുന്ന അതിൻ്റെ ആംഗിൾ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിനൊരു 125 ഡിഗ്രി ആംഗിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഡേ ടൈമിലെ സൺലൈറ്റ് ഒരിക്കലും കട്ടാവുന്നില്ല. അപ്പം ഹാർഷ് സൺലൈറ്റ് വരുന്ന മാത്രമേ നമ്മളത് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അത് നാച്ചുറൽ വേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു വലിയ ബിൽഡിങ്ങിന് നടുക്കൊരു ലിഫ്റ്റിൻ്റെയും സ്റ്റെയർ കേസിൻ്റെ
ഒരു ഏരിയ കാണും, കോർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോറാണ് നമ്മൾ ഏറ്റവും ഡാർക്കസ്റ്റ് പോയിന്റിൽ എന്ന് വെച്ചാൽ ആ ഓഫീസ് സ്പേസിലേക്ക് ലൈറ്റ് ഏറ്റവും കുറവ് വരുന്ന പോയിന്റിലാണ് ആ കോർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഓഫീസിൽ ആൾക്കാരിരിക്കുന്ന സ്പേസ് എപ്പോഴും ലിറ്റപ്പ് ആയിട്ടിരിക്കും. കോർ ഏരിയയിൽ എന്താണെങ്കിലും നമ്മൾ ലൈറ്റിൻ്റെ കാര്യങ്ങൾ എപ്പോഴും വേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഡാർക്കറായിട്ടും ചുറ്റുമുള്ള സ്പേസ് മാക്സിമം ലൈറ്റ് വരുന്ന പോലെ ആണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ഫാക്ടേഴ്സ് വരുന്ന സോളാർ പാനലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും അങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സും എടുത്ത് മാക്സിമം ഇപ്പോൾ പാർക്കിങ്ങിലാണേലും എല്ലാത്തിലും നമ്മൾ നാച്ചുറൽ എലമെന്റ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചാണ് ആ ബിൽഡിങ്ങിന്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. അതൊരു ട്വിൻ ടവർ കൂടിയാണ്. അത് അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ഡിസൈൻ താല്പര്യം ഉണ്ടായിരുന്നോ? അതെ, ആദ്യം അത് അപ്രോച്ച് ചെയ്തപ്പോൾ തന്നെ അവരങ്ങനെ ഒരു, കാരണം ആ ഏരിയ ഒരു ലീനിയർ എന്ന് വെച്ചാൽ ലോങ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ അത്രയും ഒരു നമുക്ക് ആ ഏരിയ കൺസീവ് ചെയ്യണമെങ്കിൽ നമ്മളത് 2 ടവറായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഈ ലൈറ്റിൻ്റെ ഫാക്ടേഴ്സ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമുക്ക് ഒത്തിരി ഡാർക്ക് സ്പോട്ട്സ് അകത്തുണ്ടാവും. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മൾ 2 ടവറായിട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 21 ഫ്ലോർസ് ഉള്ളൊരു ബിൽഡിംഗ് ആയിട്ട് അത് ചെയ്തത്. നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ട് പറയും? ബ്രോഡാഡി സിനിമയിലെ കാണാക്കുയിലെ പാട്ട് പറയാം. ആ പാട്ടിലല്ലെങ്കിലും ആ സിനിമയിൽ വേറൊരു പാട്ടിൽ ഈ പറഞ്ഞ ബിൽഡിംഗ് കാണിച്ചിട്ട് കൂടിയുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ മെറ്റീരിയലിനെ കുറിച്ചാണ് എപ്പോഴും നമ്മളൊരു കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആലോചിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു സജഷൻസ് പറയാനുള്ളത്? ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ, ഇപ്പോൾ വീട് എന്നുള്ള കോൺസെപ്റ്റ് നമ്മളൊരു മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നാച്ചുറലി അവൈലബിൾ സ്റ്റോൺ, നമ്മുടെ ലാറ്ററൈറ്റ് സ്റ്റോൺ, അതെല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു സ്റ്റോണാണ്. ഒത്തിരി ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ആവശ്യമില്ല, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ലാറ്ററൈറ്റ് സ്റ്റോൺ. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ലൈം പ്ലാസ്റ്ററിങ്. അതും കേരളത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് ലൈം പ്ലാസ്റ്ററിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ലൈം പ്ലാസ്റ്ററിങ് നമ്മൾ മാക്സിമം ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനൊരു കൂളിംഗ് എഫക്റ്റ് കൂടിയുണ്ട് ലൈം പ്ലാസ്റ്ററിങ്. പിന്നെ പണ്ട് കാലത്ത് ഫോളോ ചെയ്ത് വരുന്ന ഒന്നാണ് ഓക്സൈഡ് ഫ്ലോറിങ്. അപ്പം നമ്മുടെ നാച്ചുറലി ഉള്ള ഫ്ലോറിൽ റെഡ് ഓക്സൈഡോ അങ്ങനെയുള്ള ഫ്ലോറിങ്, പണ്ട് എപ്പോഴും റെഡ് ഓക്സൈഡ് ആയിരുന്നു കൂടുതലും. ഇപ്പോൾ അതിന് പല പല വേരിയേഷൻസ് വന്നിട്ടുണ്ട്, അതിന് കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഒത്തിരി വേരിയേഷൻസ് അതിന് വന്നിട്ടുണ്ട്. അപ്പം ഓക്സൈഡ് ഫ്ലോറിങ് ഒരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ വീട്, കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് വീട് എന്നുള്ള കാര്യം പറയണം. പിന്നെ നമ്മുടെ സ്ലോപ്പിംഗ് റൂഫ്സ് നാച്ചുറലി അവൈലബിൾ ആയിട്ട് നമ്മുടെ ഓട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇവിടാണ്. അപ്പം അത് സ്ലോപ്പിംഗ് റൂഫ് കൊടുത്താൽ തന്നെ ആ സ്ലോപ്പിൽ കൂടെ വരുന്ന റെയിൻ വാട്ടർ തന്നെ അതൊരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൂടായി മാറണം. നമ്മളതിനൊരു ഇപ്പോൾ ടാങ്ക്സും പിറ്റുകളും എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം ഗവൺമെൻറ് ഓൾമോസ്റ്റ് റൂള് പോലെ വരെ കൊണ്ടുവന്നിട്ടുണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു ഇമ്പോർട്ടൻസ് ആണെന്നുള്ള ഫാക്ടറിൽ. അപ്പോൾ അത് കൊണ്ടുവരിക. പിന്നെ സ്ലോപ്പിംഗ് റൂഫിൽ തന്നെ നമ്മൾ സോളാർ പാനൽസ് കൊടുക്കുക, അതും വേറൊരു കാറ്റഗറി വരുന്നതാണ്. പിന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്ന ഇപ്പം ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡബിൾ ബ്രിക്ക് കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ ഗ്ലാസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ലെയർ ഓഫ് ബ്രിക്കും അതിന് നടുക്കൊരു എയർ ഗ്യാപ്പ് പോലെ. അപ്പം അത് ഒരു ഹീറ്റ് ഇൻസുലേഷൻ ആണത്. അപ്പോൾ ഹീറ്റിൻ്റെ ഒരു അധികമായി ഇപ്പോൾ വെസ്റ്റ് സൈഡിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ കൊടുത്താൽ ഹീറ്റിന് ഇൻസുലേഷൻ വളരെ അധികമായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കോൺസെപ്റ്റാണ് മഡ് വെച്ചുള്ള ബിൽഡിങ്സ്. അപ്പോൾ ഇപ്പോൾ അതിന് കോമ്പോസിറ്റ് മഡ് ബ്രിക്സ് ആയിട്ട് തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. ഒത്തിരി ഗ്രീൻ ആർക്കിടെക്ട്സ് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് കോമ്പോസിറ്റ് മഡ് ബ്രിക്സ്, റാംഡ് എർത്ത് ബ്രിക്സ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വീട് നമ്മുടെ രീതിയിൽ എങ്ങനെ ഒരു ഗ്രീൻ ആർക്കിടെക്ചറിനുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ ഒരു ആർക്കിടെക്ട് അത് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ലോങ് ലാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. അതൊരിക്കലും ഒരു പണ്ടത്തേതാണ്, അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അത് നമുക്ക് അങ്ങനെ ആവശ്യമില്ല. അത് ഇപ്പം അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ബിൽഡിങ്സ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലായിടത്തും തന്നെ. അതെല്ലാം ഗ്രീൻ ആർക്കിടെക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെ സസ്റ്റൈനബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. വീട്ടിൽ നമുക്ക് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഒരു ലീഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള എന്താണ് ആർക്കിടെക്റ്റും കൂടിയാണ് റേയു. സർട്ടിഫിക്കേഷനെ കുറിച്ചൊന്ന് പറയാമോ? US ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ അവരുടെയാണ് ഈ ലീഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ലീഡ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ഇൻ എനർജി ആൻഡ് എൻവയോൺമെൻറ്റൽ ഡിസൈൻ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. അപ്പം അവർക്ക് പല പല കാറ്റഗറി, അപ്പം അവർ ബിൽഡിങ്സിനെ സർട്ടിഫൈ ചെയ്യും, ആൾക്കാർക്കും അതിനുള്ള സർട്ടിഫിക്കേഷൻ. അപ്പം 2 കാറ്റഗറി ഉണ്ട്, ഒന്ന് ലീഡ് ഗ്രീൻ അസോസിയേറ്റ്, ഒന്ന് ലീഡ് അക്രഡിറ്റഡ് പ്രൊഫഷണൽ. അങ്ങനെ 2 കാറ്റഗറി ഉണ്ട് ലീഡ് സർട്ടിഫിക്കേഷൻ ആൾക്കാർക്ക് വേണ്ടി. ബിൽഡിങ്സിൻ്റെ സമയത്ത് പറയുകയാണെങ്കിൽ അവർക്ക് സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ലീഡ് എന്ന് പറയുമ്പോൾ ലീഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. അവർ തന്നെ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ലീഡ് സർട്ടിഫൈഡ്, ലീഡ് സിൽവർ, ലീഡ് ഗോൾഡ്, ലീഡ് പ്ലാറ്റിനം റേറ്റിംഗ്, അങ്ങനെ 4 റേറ്റിംഗ്സ് ആണ് വരുന്നത്. അത് അവരുടെ കാറ്റഗറീസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഈ സസ്റ്റൈനബിലിറ്റി ഫാക്ടേഴ്സ് വെച്ചിട്ട് പ്രോഫിറ്റ്, പീപ്പിൾ, എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള 3 കാറ്റഗറിയിൽ പല പല രീതിയിലുള്ള അവരുടെ കുറേ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ആദ്യം ലീഡ് പ്ലാറ്റിനത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഒരു പോയിൻറ്റ്സ് ഉണ്ട്. അപ്പം 100ൽ 80+ പോയിൻറ്റ്സ് നമ്മൾ നേടിയാലേ ലീഡ് പ്ലാറ്റിനം എന്നുള്ള റേറ്റിങ്ങിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ലീഡ് പ്ലാറ്റിനത്തിലേക്ക് വരാൻ വേണ്ടി അവരുടെ സർട്ടൻ ഗൈഡ് ലൈൻസ് നമുക്ക് തരും ആദ്യം തന്നെ. ആ ഗൈഡ് ലൈൻസിൽ നമ്മൾ
എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഫ്രം സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന തൊട്ട് അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് വരെയുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അപ്പം ഈച്ച് ആൻഡ് എവറി പോയിന്റിന് അവർക്ക് ഓരോരോരോ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലീഡ് സർട്ടിഫൈഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു, ഇപ്പം ഗ്ലോബലായിട്ടുള്ള കമ്പനികളെല്ലാം ഓഫീസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബിൽഡിംഗ് ലീഡ് സർട്ടിഫൈഡ് ആണോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവണത വന്നിട്ടുണ്ട്. ഇപ്പോൾ ആമസോണിൻ്റെ ഓഫീസുകൾ വരികയാണെങ്കിലും അല്ലെ ഗൂഗിളിൻ്റെ ഓഫീസുകൾ വരികയാണ്, അവർ ഫസ്റ്റ് അവരുടെ ഒരു പ്രിഫറൻസ് വരുന്ന ലീഡ് സർട്ടിഫൈഡ് ബിൽഡിംഗ്. അത് അവരുടെ കമ്പനിക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം അതാണ് ലീഡ് സർട്ടിഫിക്കേഷൻ അല്ലെ ലീഡ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ RMZ സ്കൈവ്യൂ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ലീഡ് ഗോൾഡ് റേറ്റഡ് ബിൽഡിംഗ് ആണ്. അതുപോലെ വേറൊരെണ്ണം ഞാൻ ചെയ്തത് ബാംഗ്ലൂരിലൊരു ബിൽഡിംഗ്, അതിപ്പം ലീഡ് പ്ലാറ്റിനം റേറ്റഡ് ബിൽഡിംഗ് ആണ്. അപ്പം അതിനെല്ലാം ഈ നമ്മുടെ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ അതിനെല്ലാം ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്ത് ആ US ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിന് രേഖകളിൽ കൊടുത്തു കഴിയുമ്പോൾ അവരവരുടെ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ആ ബിൽഡിങ്ങിന് നമുക്ക് ലീഡ് സർട്ടിഫൈഡ് അല്ലെങ്കിൽ ലീഡ് റേറ്റിംഗ് ഉള്ളൊരു ബിൽഡിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് ലീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ IGBCയുടെ US-ലെ ബേസ്ഡ് ആയിട്ടുള്ളതാണ് ലീഡ് എന്നുള്ള സർട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ അവസാനമായി ഏത് പാട്ടാണ് പറയുന്നത്? ഓണസമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് തിരുവാവണി രാവ് തന്നെ കേട്ടോണ്ടാവാം. ഇപ്പോൾ എന്താണ് പൊതുവെ പ്രവാസികളുടെ ദേശീയ ഓണഗാനം എന്നാണത് പറയപ്പെടുന്നത്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. നമ്മൾ കുറേ നേരം താങ്കളുടെ മേഖലയെക്കുറിച്ച് സംസാരിച്ചു. പഠിച്ചതും വളർന്നതൊക്കെ തിരുവനന്തപുരത്താണ്. ഇവിടുന്ന് ബാംഗ്ലൂരിലാണ് പുതിയ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബാംഗ്ലൂരിൽ പറയാനുള്ളത്? നന്നായിട്ട് പോകുന്നു. അവിടെ നമ്മളിപ്പം ചെയ്തിരിക്കുന്ന ലീഡ് റേറ്റഡ് ബിൽഡിങ്സ് ചെയ്യാനുള്ള മാക്സിമം പ്രോസസ്സാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനികളാണെങ്കിലും എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ബിൽഡിങ്സിനെയാണ്. കാരണം നേച്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ അതിൽ കാര്യമുള്ളൂ. അല്ല നമ്മൾ ബിൽഡിങ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എപ്പോഴും അത് നേച്ചറുമായിട്ട് ഇണങ്ങിച്ചേരണമെങ്കിൽ മാത്രമേ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവത്തുള്ളൂ ഈ എല്ലാ മേഖലകളിലും. അപ്പം അങ്ങനെയുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അവിടെ, എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. സുഖം. ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്തു. ഞാൻ മാരിഡാണ്. എൻ്റെ വൈഫ് എലാൻ. ഞങ്ങൾ രണ്ടുപേരുമാണ് ബാംഗ്ലൂർ. വൈഫ് ഒരു മ്യൂസിക് ടീച്ചറാണ്. സ്വന്തമായിട്ടൊരു മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ട്. ആകാശവാണിയെ ചെറിയൊരു ബന്ധമുണ്ടല്ലോ. എൻ്റെ ഫാദർ ഓൾറെഡി റേഡിയോയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. ബിജു മാത്യു എന്ന് പറയും. എന്തായാലും ഓണനാളുകൾ വളരെ ഗംഭീരമാകട്ടെ. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ തേടിയെടുത്തിട്ട് റേയുടെ മേൽനോട്ടത്തിൽ കൂടുതൽ ഗ്രീൻ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ ഭാരതത്തിന് അകത്തും പുറത്തും ഒക്കെ ഉണ്ടാവട്ടെ. ആശംസകൾ. താങ്ക് യു. ഗ്രീൻ ആർക്കിടെക്ട് റേയു മാത്യു ഐപ്പ് അതിഥിയായി എത്തിയ ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.